Hi all, welcome to Competitive Cracker. എൻ്റെ പേര് അനുശ്രീ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ഫോംസ് ആണ്. RRB പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് ഈ ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണെങ്കിലും ഫോക്ക് ഡാൻസ് ഫോംസ് ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട നാടോടി നൃത്തരൂപങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഓരോ സ്റ്റേറ്റ് വൈസിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓരോ നൃത്തരൂപങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു 10 നാടോടി നൃത്തരൂപങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ബാംഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടോടി നൃത്തരൂപമാണ്. അത് എവിടെയാണ്? ഇതിപ്പോൾ ഓരോ നൃത്തരൂപങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ ഡാൻസ് ഫോംസും ഏത് സ്റ്റേറ്റിൽ ഫോം ചെയ്തതാണെന്നുള്ളതാണ് നിങ്ങളവിടെ ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, ബാംഗ്ര ഏത് സ്റ്റേറ്റിലെയാണ്? പഞ്ചാബിലെയാണ്. പഞ്ചാബില് വിളവെടുപ്പ് സമയങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു നൃത്തരൂപമാണ് ബാംഗ്ര എന്ന് പറയുന്നത്. ഇത് വളരെ എനർജറ്റിക് ആയിട്ട് കളിക്കുന്ന ഒരു ഡാൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡാൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സന്തോഷവും കാര്യങ്ങളും ആ ഒരു കാര്യങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു നൃത്തരൂപമാണ് എന്തെന്ന് പറയുന്നത്, ബാംഗ്ര എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കോളുക. ഇനി നമുക്ക് അടുത്ത ഡാൻസ് ഫോം നോക്കിയാലോ. അടുത്ത് നോക്കിക്കേ, ഗർഭ ഡാൻസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഡാൻസ് ആണ്. RRB പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ് ഗർഭ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഗർഭ ഗുജറാത്ത്, ഗാ ഉണ്ട് അല്ലെ. അപ്പൊ ഗർഭ ഗുജറാത്ത് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഗർഭ ഡാൻസ് ഫോം ചെയ്തിരിക്കുന്നത് ഗുജറാത്തിലാണ്. ഇത് എപ്പോഴാണ് അവതരിപ്പിക്കുന്നത്? നേരത്തെ നമ്മൾ ബാംഗ്ര ഡാൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വിളവെടുപ്പ് സമയങ്ങളിൽ അവതരിപ്പിക്കുന്നു എന്ന്. എന്നാൽ ഈ ഗർഭ ഡാൻസ് അവതരിപ്പിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നവരാത്രി ആഘോഷങ്ങളുടെ സമയത്ത് ദുർഗാദേവിക്ക് സമർപ്പിച്ച് വൃത്താകൃതിയിൽ അവതരിപ്പിക്കുന്ന ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്, ഗർഭ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ? ഇത് എപ്പോഴാണ് അവതരിപ്പിക്കുന്നത്? എപ്പോഴാണ്? നവരാത്രി ആഘോഷങ്ങളുടെ സമയത്താണ് അവതരിപ്പിക്കുന്നതെന്ന് ഓർക്കുക. ഈ ഡാൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്നും കൂടി നിങ്ങളൊന്ന് നോക്കണം. ഇത് വൃത്താകൃതിയിൽ, ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, വൃത്താകൃതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഗർഭ ഡാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗർഭ ഡാൻസുമായിട്ട് അവിടെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ഡാൻസ് നോക്കിയാലോ. അപ്പം അടുത്ത ഡാൻസ് ആണ് ഈ ഒരു ഡാൻസ് ഫോം എന്ന് പറയുന്നത് ഗൂമർ ആണ് അല്ലെ. ഗൂമർ ഡാൻസ് ഫോം അത് രാജസ്ഥാനിൽ ഒറിജിനേറ്റ് ചെയ്തതാണ്. ഈ ഒരു ഡാൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹിന്ദി ബോളിവുഡ് മൂവീസിലൊക്കെ ഈ ടൈപ്പ് ഡാൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദീപിക പദുക്കോണിന്റെ ഒരു ഡാൻസ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മരുഭൂമിയിലൊക്കെ നിന്നിട്ടുള്ള ഒരു ഡാൻസ് നിങ്ങൾ ബോളിവുഡ് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ദീപിക പദുക്കോൺ കളിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി. ഗൂമർ ഡാൻസ് ഒറിജിനേറ്റ് ചെയ്തത് രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡാൻസ് ആരാണ് അവതരിപ്പിക്കുന്നത്? സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു നൃത്തരൂപമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏത് ഡാൻസ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത ഡാൻസ് നോക്കിയാലോ. അടുത്ത് നോക്കിക്കേ, ലാവണി ഡാൻസ് ആണ്. ലാവണി ഡാൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ്. ലാവണി ഡാൻസ് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഓരോ ഡാൻസും എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ലാവണി ഡാൻസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഈ ഒരു ഡാൻസിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു ഡാൻസ് മ്യൂസിക്കിനും അതുപോലെ തന്നെ കഥ പറച്ചിലിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതും എന്താണ്, വളരെ എനർജറ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് ഫോം ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് RRB പരീക്ഷകളിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഡാൻസ് ഫോം കൂടിയാണ് ബിഹു ഡാൻസ് എന്ന് പറയുന്നത്. ബിഹു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ബിഹു എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബിഹു എവിടെയാണ്? ആസമിലാണ്. അപ്പൊ ആസമിലെ ഡാൻസ് ഫോം ആണ്. ആസമിലെ എന്ത് ഡാൻസ് ഫോം ആണ്? ഒരു ഫോക്ക് ഡാൻസ് ഫോം ആണ് ബിഹു എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പുതുവത്സരം, അതായത് ആസമീസ് കലണ്ടറിലെ ന്യൂ ഇയർ ടൈമിലും അതുപോലെ തന്നെ അവരുടെ വിളവെടുപ്പ് ടൈമിലും അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് ബിഹു എന്ന് പറയുന്നത്. ഇവിടെ വളരെ സ്പോണ്ടേനിയസ് ആയുള്ള, വളരെ ദ്രുതഗതിയിലുള്ള ചലനങ്ങളായിരിക്കും ഈ ഒരു ഡാൻസ് ഫോമിൽ ഉണ്ടായിരിക്കുക എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ്, ഇത് നമുക്ക് അറിയുന്ന ഡാൻസ് ഫോം ആണ്. ഇത് ഏതാണ്? കർണാടകയിൽ ഒറിജിൻ ചെയ്തിട്ടുള്ള യക്ഷഗാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ്. കേരളത്തിൽ ഒരു ഡിസ്ട്രിക്റ്റിലും കൂടി ഈ ഒരു ഡാൻസ് ഫോം അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്, മറ്റെവിടെയുമല്ല, നമ്മുടെ സ്വന്തം കാസർഗോഡും എന്ത് കാണാൻ വേണ്ടി സാധിക്കും? യക്ഷഗാന എന്നുള്ള ഈ ഒരു ഡാൻസ് ഫോം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ്, അതായത് മുഖംമൂടിയൊക്കെ അണിഞ്ഞിട്ടുള്ള ഒരു തരം ഡാൻസ് ഫോം ആണ് യക്ഷഗാന എന്ന് പറയുന്നത്. ഈ ഒരു ഡാൻസ് ഫോമിൽ കൂടുതലും നമ്മുടെ പൗരാണിക കഥകളും കാര്യങ്ങളൊക്കെ
ആണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ യക്ഷഗാനം ഒറിജിനേറ്റ് ചെയ്തത് കർണാടകയാണെന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഡാൻസ് ഫോം ഏതാന്ന് നോക്കിയാലോ. അടുത്ത ഡാൻസ് ഫോം നോക്കിക്കേ, ഗിദ്ദയാണ്. ഗിദ്ദ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് പഞ്ചാബാണ്. അപ്പൊ പഞ്ചാബിൽ ഇപ്പൊ 2 നമ്മൾ പഠിച്ചല്ലേ. ആദ്യം പഠിച്ചത് ഏതാ? ആദ്യം നമ്മൾ ഡാൻസ് ഫോം പഠിച്ചായിരുന്നു ഭാംഗ്ര. അതിനുശേഷം നമ്മൾ പഞ്ചാബിൽ പഠിച്ചിരിക്കുന്നതാണ് ഗിദ്ദ ഡാൻസ് ഫോം അല്ലെ. ഗിദ്ദ ഡാൻസ് ഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലാപ്പിംഗ് ചൂടുകളാണ് അല്ലെ. ക്ലാപ്പ് ചെയ്തുകൊണ്ടൊക്കെ കളിക്കുന്ന ഒരു ഡാൻസ് ഫോം ആണ് ഇതെന്ന് പറയുന്നത്. ഇത് സ്ത്രീകളാണ് കൂടുതലും അവതരിപ്പിക്കുന്നത്. സ്ത്രീകൾ ഉത്സവ സീസൺസിന്റെ ടൈമിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്, ഗിദ്ദ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് കുമ്മി. കുമ്മി എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ അവതരിപ്പിക്കുന്ന, കേരളത്തിലും അവതരിപ്പിക്കാറുണ്ട്, എന്നാലും കൂടുതലും അവതരിപ്പിച്ച് കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഡാൻസ് ഫോംസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളും ഇത്തരത്തിലുള്ള ഡാൻസുകൾ അവതരിപ്പിക്കാറുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ സ്റ്റേറ്റുകളിലെ ഡാൻസ് ഫോംസ് എടുത്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക്, അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ വേറെ സ്റ്റേറ്റുകളിലെ ഡാൻസ് ഫോംസ് എടുത്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് കുമ്മി ഡാൻസ് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ കുമ്മി ഡാൻസ് കൂടുതലായിട്ടും അവതരിപ്പിച്ച് കാണുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇത് നമ്മുടെ സ്ത്രീകൾ വിളവെടുപ്പിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന, സംഘമായി ചെയ്യുന്ന ഒരു ചെറിയ ലളിതമായിട്ടുള്ള ഒരു നൃത്തരൂപമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഡാൻസ് ഫോംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ് വൈസ് ഡാൻസ് ഫോംസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ഓരോ സ്റ്റേറ്റിലെയും പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഈ ഒരു ലിസ്റ്റിൽ ഞാൻ ഒരുപാട് ഡാൻസ് ഫോംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇപ്പൊ ആന്ധ്രാപ്രദേശിലാണെങ്കിൽ നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കുച്ചിപ്പുടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത് ഒന്ന് ദിംസ പഠിച്ചു വെക്കുക, കോലാട്ടം, വിലാസിനി നാട്യം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അതുപോലെ തന്നെ വീരനാട്ടം അല്ലെ. വീരനാട്യം ഇതെല്ലാം നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ഫോംസ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ബുട്ട ബൊമ്മലു എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ഫോം ഉണ്ട്. അതും എവിടെ നിന്നാണ്? അതും ആന്ധ്രാപ്രദേശിലെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്താലോ. അടുത്തത് ആസമിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ആണ് ഈ ലിസ്റ്റിൽ കിടക്കുന്നത്. അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ആസം പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓഫ് കോഴ്സ് നമ്മുടെ ബിഹു ഡാൻസ് ഫോം ആണ്. അതിനുശേഷം നിങ്ങൾ നട് പൂജ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നാഗ ഡാൻസ്, അതുപോലെ തന്നെ ഖേൽ ഗോപാലൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ആസമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ് നോക്കിയാലോ. അടുത്ത സ്റ്റേറ്റ് ബീഹാർ ആണ്. ബീഹാറിലെ പ്രധാനപ്പെട്ട കുറച്ച് ഡാൻസ് ഫോംസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ജദാജദിൻ എന്ന് പറയുന്നത് ബീഹാറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് പൻവരിയ എന്ന് പറയുന്നതും ബീഹാറിലെ ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരുപാട് പഠിക്കാനാണെങ്കിൽ ഇതിൽ ഒരുപാട് ലിസ്റ്റുകളുണ്ട്. അതെല്ലാം ഒന്നും ഇരുന്ന് പഠിക്കേണ്ട. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഡാൻസ് ഫോംസ് മാത്രം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഫോക്കസ് എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡാൻസ് ഫോംസിന്റെ ലിസ്റ്റ് ഞാൻ തന്നത്. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടതാണ് ഞാൻ ഈ ടിക്കറ്റ് തരുന്നത്. സോ നിങ്ങൾ അതിനൊന്ന് ഫോക്കസ് കൊടുത്ത് പഠിക്കുക. ഫുള്ളിരുന്ന് നമുക്ക് പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അടുത്തത് ഗുജറാത്ത് ആണ്. ഗുജറാത്തിലേക്ക് വരുമ്പോൾ എന്തായാലും ഓൾറെഡി പറഞ്ഞു, ഗർബ ഡാൻസിന് തന്നെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനുശേഷം ദാങ്ങി, അതുപോലെ തന്നെ ദാണ്ടിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ്. അതും നവരാത്രി സമയത്ത് അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് ഫോം ആണ് ഗുജറാത്തിലെ ദാണ്ടിയ എന്ന് പറയുന്നത്. ദാണ്ടിയ റാസ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഗർബ, ദാണ്ടിയ റാസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതെവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്? നമ്മുടെ ഗുജറാത്തിലെ ഫോക്ക് ഡാൻസ് ആണെന്ന് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോളാം. അടുത്തത് ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലിസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ജലി നൃത്തമാണ്. അതുപോലെ തന്നെ ദാമനും ജലി നൃത്തവും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഹിമാചൽ പ്രദേശിൽ പഠിക്കുക. ഒരുപാട് ഡാൻസ് ഫോംസ് ഉണ്ട്. ഇതെല്ലാം പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അതുപോലെ തന്നെ ഈ നാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ തോഡ ഡാൻസ് എന്ന് പറയുന്നത് ഒരു മാർഷ്യൽ ആർട്ട് ഫോം ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ തോഡ ഡാൻസ് ഒരു മാർഷ്യൽ ആർട്ട് ഫോം ആണ്. അത് എവിടുത്തെയാണ്? ഹിമാചൽ പ്രദേശിലെ ഒരു ഫോക്ക് ഡാൻസ് ഫോം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്റ്റേറ്റ് നോക്കിയാലോ. അടുത്തത് ഹരിയാനയാണ്. ഹരിയാനയിൽ അവിടെയും നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഗൂമർ ഡാൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് ഫാഗ് ആണ് കേട്ടോ. ഫാഗ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്? ഫാഗ് ഡാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദാമൽ,
അതുപോലെ തന്നെ ഗുഗ, ഇതൊക്കെ എന്താണ് ഈ ഒരു ഹരിയാനയിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണെന്ന് പഠിക്കാം. ഇവിടെ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ഡാൻസ് ഫോമിനാണ്? ഫാഗ് ഡാൻസ് ഫോമിനാണ്. ഇനി ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് വരുമ്പോൾ ഇതില് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ് റൌഫ് എന്ന് പറയുന്നത്. റൌഫ് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ജമ്മു കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് റൌഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിക്കാത്ത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഹിക്കാത്ത് പഠിച്ചു വെച്ചോളൂ. അതുപോലെ തന്നെ മൺജാസും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. അപ്പം ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാ? ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് റൌഫ് ആണ് കേട്ടോ. ഇനി കർണാടകയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കർണാടകയിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് യക്ഷഗാന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹംപി, അതുപോലെ തന്നെ വീരഗാസെ, അത് ദസറ ടൈമിൽ അവതരിപ്പിക്കുന്ന ഡാൻസ് ഫോം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കർണാടകയിൽ നിന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ഡാൻസ് ഫോം ഉണ്ട്. കേരളത്തിന്റെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഡാൻസ് ഫോം ഏതായിരുന്നു? ക്ലാസിക്കൽ ഡാൻസ് ഫോം നമ്മുടെ മോഹിനിയാട്ടവും കഥകളിയുമാണ്. ഫോക്ക് ഡാൻസിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കുമ്മാട്ടിക്കളി ഉണ്ട് അല്ലെ, മാസ്ക് ഡാൻസ് ആണ്, കുമ്മാട്ടിക്കളി ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടംതുള്ളൽ, കൈകൊട്ടിക്കളി, ഇതൊക്കെ എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരുപാട് ഡാൻസ് ഫോംസ് ഉണ്ട്, എന്നാൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് നോക്കാം. അടുത്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാൻസ്, നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ഡാൻസ് നമ്മുടെ ലാവണി ഡാൻസ് ആണ്. അതുപോലെ തന്നെ ഗഫ, ലേസിം, അതുപോലെ തന്നെ നക്കാത്ത, ഇതൊക്കെ എന്ത് ചെയ്യാം? ഇതൊക്കെ കൃത്യമായിട്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാണെന്ന് പഠിച്ചു വെക്കുക. ഇവിടെ ഫോക്കസ് കൊടുക്കേണ്ടത് ആർക്കാണ്? ലാവണി ഡാൻസിനാണ്. ഇനി നമുക്ക് ഒഡീഷയിലേക്ക് വരാം. ഒഡീഷയിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും ഒരുപാട് ഡാൻസ് ഫോംസ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡാൻസ് ഫോംസ് അവിടെ ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് സാവരി ഡാൻസ്. അതുപോലെ തന്നെ ഇവിടെയും എന്തുണ്ട്? നേരത്തെ നമ്മൾ മാർഷ്യൽ ആർട്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഒരു മാർഷ്യൽ ആർട്സ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതാണ് മയൂർഭഞ്ച് ചാവു എന്ന് പറയുന്നത്. അപ്പൊ മയൂർഭഞ്ച് ചാവു എന്ന് പറയുന്നത് ഒഡീഷയിൽ നിന്നിട്ടുള്ള ഒരു മാർഷ്യൽ ആർട്ട് ഫോം ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ നമുക്ക് ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ഉണ്ടായിരുന്നല്ലേ ഒഡീഷയിൽ, ഏതായിരുന്നു? ഒഡീസി. അത് ക്ലാസിക്കൽ ഡാൻസ് ഫോമിന്റെ ഭാഗത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പപ്പറ്റ് ഡാൻസ് ഉണ്ട്, അതാണ് സഖി ഖന്ദേയി എന്ന് പറയുന്നത്. സഖി ഖന്ദേയി എന്ന് പറയുന്ന ഒരു പപ്പറ്റ് ഡാൻസ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ടൈഗർ നാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസും കൂടി ഉണ്ട്. അപ്പം ഈ ഒരു ഡാൻസ് ഫോംസ് ഒക്കെയാണ് നിങ്ങൾ ഒഡീഷയിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് വരാം. വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഡാൻസസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊന്നും നിങ്ങൾ എല്ലാം ഒന്നും ഇരുന്ന് പഠിക്കേണ്ട. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് മഹൽ ഡാൻസ്, ജാത്രയൊക്കെ എന്താണ്? വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളതാണെന്ന് പഠിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തു നിന്നൊക്കെ എല്ലാ സ്റ്റേറ്റിന്റെയും ഒന്നും അങ്ങനെ എടുത്ത് ചോദിക്കത്തില്ല. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാക്കി നിങ്ങൾ 1-2 തവണ റീഡ് ചെയ്താൽ മതി. ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ കിട്ടിക്കോളും, ഇൻ കേസ് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും. ഇനി നമ്മൾ പഞ്ചാബിലെ ഡാൻസ് ഫോംസ് നോക്കാൻ വേണ്ടി പോവാണ്. പഞ്ചാബിലെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. ബാംഗ്ര ഡാൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് കൂടാതെ നിങ്ങൾ പഠിക്കേണ്ടത് ഗിദ്ദ ഡാൻസ് അല്ലെ, വിയഹുല ഗിദ്ദ എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ഫോം ഉണ്ട്. അത് ആക്ച്വലി മാരേജ് ടൈമിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ് ഫോം ആണ് വിയഹുല ഗിദ്ദ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാഗ എന്ന് പറഞ്ഞൊരു ഡാൻസ് ഫോം ഉണ്ട്. അത് എന്താണ്? മാർഷ്യൽ ആർട്ട് ഫോം ആണെന്ന് മാർഷ്യൽ ഡാൻസ് ഫോം ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ പഞ്ചാബിൽ നിന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഡാൻസ് ഫോമും പിന്നെ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു 2 ഡാൻസ് ഫോമും കൂടി നിങ്ങൾ നോക്കി വെച്ചാൽ മതിയാകും. ഇനി നമ്മൾ രാജസ്ഥാനിലേക്ക് വരികയാണ്. രാജസ്ഥാനിലെ ഡാൻസ് ഫോംസ് ഒക്കെ ഒരുവിധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാൻസ് ഫോം തന്നെയാണ്. ഘൂമർ ഡാൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇവിടെ ഘൂമർ ഡാൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജുലാൻ ഉണ്ട്, അതുപോലെ തന്നെ തെരാ താലി എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ഫോം ഉണ്ട്, സുയിസിനി എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ഫോം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം. രാജസ്ഥാനിൽ നിന്നുള്ള ഫോക്ക് ഡാൻസ് ഫോം ആണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഇനി അടുത്തത് തമിഴ്നാട്ടിലേക്ക് വരികയാണ്. തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് ഫോമിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്ക് ഡാൻസ് ആണ്. സോ കുമ്മി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ കോലാട്ടം, കാവടി, അതുപോലെ തന്നെ നാട്യാഞ്ജലി എന്ന് പറയുന്നത് ലോർഡ് ശിവയ്ക്ക് വേണ്ടിയുള്ള ട്രിബ്യൂട്ട് ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നാടോടി നൃത്തരൂപങ്ങളാണ്. ഇനി ഉത്തർപ്രദേശിലേക്ക് വരുമ്പം ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടോടി നൃത്തരൂപം എന്ന് പറയുന്നത് രാസലീലയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. രാസലീല എവിടെ നിന്നുള്ളതാണ്? ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള കുറച്ച് ഡാൻസ് ഫോംസ് കാണുമ്പം
ചില ഡാൻസ് ഫോംസ് ഇപ്പം നമ്മളിവിടെ ഉത്തർപ്രദേശിനോട് പഠിച്ചാൽ പോലും ഈ ഡാൻസ് ഫോംസ് ഒക്കെ അതുമായി, അതായത് ഈ ഒരു ഉത്തർപ്രദേശിന് അടുത്ത് കിടക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിലും എന്ത് ചെയ്യാറുണ്ട്, ഈ ഡാൻസ് ഫോംസ് അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് മൈൻഡിൽ വെക്കണം കേട്ടോ. അപ്പം ഉത്തർപ്രദേശിലെയാണ് ഏതെന്ന് പറയുന്നത്, രാസ്ലീല എന്ന് പറയുന്നത്. ഇനി ഉത്തരാഖണ്ഡിലോട്ട് വരുവാണ്. ഉത്തരാഖണ്ഡിലേക്ക് വരുമ്പോൾ അവിടെയും എന്തുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും രാസ്ലീല ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകളും എന്ത് ചെയ്യാറുണ്ട്, ഈ ഓരോ ഡാൻസ് ഫോംസ് അവതരിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ കോലാട്ടം, കുമ്മിയാട്ടത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ. അപ്പം ഇവിടെ ഗർവാലി പഠിക്കണം. അതുപോലെ തന്നെ കജരി ഡാൻസ് ഫോം, ജോറ ഡാൻസ് ഫോം ഒക്കെ എവിടെയാണ്, നമ്മുടെ ഉത്തരാഖണ്ഡിൽ നിന്നുള്ളതാണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഗോവയിലേക്ക് വരുമ്പോൾ ഗോവയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫുഗ്ഡി ഡാൻസ് ആണ് കേട്ടോ. ഫുഗ്ഡി ഡാൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രൈബൽ ഡാൻസ് ഉണ്ട്, കുൻബി എന്നാണ് അറിയപ്പെടുന്നത് ട്രൈബൽ ഡാൻസ്. അതുപോലെ തന്നെ കോളി, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഗോവയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ആണ്. അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതും കൂടി ഒന്ന്, ഈ ഒരു ഡാൻസ് ഫോംസും കൂടി ഒന്ന് ഗോവയിൽ നിന്ന് പഠിച്ചു വെക്കുക. മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ മധ്യപ്രദേശിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഡാൻസ് ഫോം എന്ന് പറയുന്നത് മാത്കി ഡാൻസ് ആണ് കേട്ടോ. മാത്കി ഡാൻസ് ആണ് മധ്യപ്രദേശിൽ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ വെൽത്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡാൻസ് ഫോം ആണ് ജാവറ എന്ന് പറയുന്നത്. ജാവറ, അതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ മാൽവ കമ്മ്യൂണിറ്റി, നമ്മുടെ മധ്യപ്രദേശിലെ മാൽവ കമ്മ്യൂണിറ്റിയിലെ അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസ് കളിക്കുന്ന ഒരു ഡാൻസ് ഫോം ഉണ്ട്. ആ ഡാൻസ് ഫോമിന്റെ പേരാണ് ഫുൽപാത്തി എന്ന് പറയുന്നത് കേട്ടോ. ഫുൽപാത്തി. അപ്പം അതും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ഒരു 3 ഡാൻസ് ഫോം ആണ് നിങ്ങൾ മധ്യപ്രദേശിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഛത്തീസ്ഗഡിലോട്ടേക്ക് വരുമ്പം ഛത്തീസ്ഗഡിൽ നിങ്ങൾ ഗൗർ ഡാൻസ്, അതുപോലെ തന്നെ റൗത്ത് നാച്ച, അതുപോലെ തന്നെ നിങ്ങൾ പാന്തി, ഈ ഡാൻസ് ഫോംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ എവിടെ നിന്നുള്ളതാണ്, ഛത്തീസ്ഗഡിൽ നിന്ന് ഉള്ളതാണ്. ഇനി അരുണാചൽ പ്രദേശിലേക്ക് വരുമ്പോൾ അരുണാചൽ പ്രദേശിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ബുയ്യ ഡാൻസ് ആണ് കേട്ടോ. ബുയ്യ ഡാൻസ് എവിടെ നിന്നുള്ളതാണ്, അരുണാചൽ പ്രദേശിൽ നിന്നുള്ളതാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. അപ്പൊ ഇവിടെ അരുണാചൽ പ്രദേശിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട ഡാൻസ് ബുയ്യ ഡാൻസ് ആണ് കേട്ടോ. മണിപ്പൂരിലേക്ക് വരുമ്പോൾ മണിപ്പൂരിലെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഡാൻസ് ഫോം എന്ന് പറയുന്നത് ഈ താങ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ആണ്. അപ്പൊ താങ്ത ഡാൻസ് എവിടെയാണ്, നമ്മുടെ മണിപ്പൂരിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു താങ്ത ഡാൻസ് എവിടെ ഒറിജിനേറ്റ് ചെയ്തെന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ മണിപ്പൂരിലാണെന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ് നോക്കാം. അടുത്ത സ്റ്റേറ്റ് മേഘാലയയാണ്. മേഘാലയയിൽ നിന്ന് ഞാൻ അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല, എങ്കിൽ പോലും നിങ്ങൾ ഇവിടെ ലാഹോ ഡാൻസ് മേഘാലയയാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ഫോംസ് ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അത് കൃത്യമായി പഠിക്കുകയും റിവൈസ് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനത്തെ ടോപ്പിക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പഠിച്ചു പോകുന്നതുകൊണ്ട് കാര്യമില്ല. ആ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് യൂസ് ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന ഓരോ ടോപ്പിക്കും എടുത്തിട്ട് എന്ത് ചെയ്യുക, അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് RRB ALPക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക് കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓരോ ലൈവ് ക്ലാസ്സിന്റെയും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നോട്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്